എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 11ാമത്തെ സർഗത്തിലെ 21 മുതൽ 26 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. ഇതിലൊക്കെ അനുഷ്ടുപ്പ് വൃത്തം തന്നെയാണുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് ഋഷ്യശൃംഖനെ കൊണ്ടുവരാൻ, അതായത് ലോമപാദൻ്റെ കൊട്ടാരത്തിൽ നിന്നും ഋഷ്യശൃംഖനെ അയോധ്യയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ, അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ദശരഥനും പത്നിമാരും എല്ലാവരും കൂടി പോയത്. അത് പ്രവൃത്തി തലത്തിലേക്ക് കൊണ്ടുവരികയാണ് എന്നാണ് പറഞ്ഞു നിർത്തിയത്. നമുക്ക് ആദ്യം 21ാമത്തെ ശ്ലോകം നോക്കാം. ഉവാച വചനം വിപ്രം ഗച്ഛത്വം സഹഭാര്യയാ ഋഷിപുത്ര പ്രതിശ്രുത്യ തഥേത്യാഹ നൃപം തദാ. അയോധ്യാധിപതിയായിട്ടുള്ള ദശരഥ മഹാരാജാവ് ലോമപാദനോട് പറഞ്ഞുല്ലോ, കുറച്ച് ദിവസം താമസിച്ചിട്ടാണ് ദശരഥൻ പറഞ്ഞത് എൻ്റെ കൂടെ ശാന്തയെയും ഋഷ്യശൃംഖനെയും പറഞ്ഞയക്കണമെന്ന്. അപ്പോൾ രാജാവ് ലോമപാദൻ, അംഗരാജാവായിട്ടുള്ള ലോമപാദൻ എന്തു ചെയ്തു? വിപ്രനോട്, അതായത് ഋഷ്യശൃംഖനോട് പറഞ്ഞു എന്നാണ് ഇവിടെ പറയണത്. ഉവാച വചനം വിപ്രം ഗച്ഛത്വം സഹഭാര്യയാ. വിപ്രം വചനം ഉവാച. വിപ്രനോട്, ഋഷ്യശൃംഖനോട് രാജാവ് ലോമപാദൻ ഇപ്രകാരം പറഞ്ഞു. എന്താ പറഞ്ഞത്? സഹഭാര്യയാ ത്വം ഗച്ഛ. ഭാര്യയോട് കൂടിയിട്ട്, ശാന്തയോട് കൂടിയിട്ട് അങ്ങ് അയോധ്യയിലേക്ക് ദശരഥൻ്റെ കൂടെ പൊക്കോളൂ. സത്യത്തിൽ രാജാവ് വന്ന് ചോദിക്കുമ്പോൾ ഋഷ്യശൃംഖനെ മാത്രം ആണ് ചോദിക്കുക, ഋഷ്യശൃംഖൻ മാത്രം പോയാലും മതി. പക്ഷേ ഇവിടെ അങ്ങനെയല്ലല്ലോ. ശാന്ത ശരിക്കും അയോധ്യയുടെ പുത്രിയാണ് എന്നുള്ളത് കൊണ്ട് രണ്ടുപേരോടും കൂടിയിട്ടാണ് വരാൻ പറയണത്. അതുകൊണ്ട് രണ്ടുപേരോടും കൂടിയിട്ട് തന്നെ പൊക്കോളാനാണ് രാജാവ് ലോമപാദൻ ആവശ്യപ്പെടുന്നത്. സഹഭാര്യയാ ത്വം ഗച്ഛ ഇതി വിപ്രം വചനം ഉവാച. ഇപ്രകാരം ആ ബ്രാഹ്മണ ശ്രേഷ്ഠനോട്, ഋഷ്യശൃംഖനോട് ലോമപാദൻ പറഞ്ഞു, ഭാര്യയോട് കൂടിയിട്ട് അയോധ്യയിലേക്ക് പൊക്കോളൂ. മാത്രമല്ല ഋഷിപുത്ര പ്രതിശ്രുത്യ തഥേത്യാഹ നൃപം തഥാ. അപ്പോൾ ഋഷിപുത്ര പ്രതിശ്രുത്യ, അങ്ങനെ ആവട്ടെ എന്ന്, അതായത് ആ വാക്കുകൾ കേട്ടിട്ട് ലോമപാദൻ മാത്രമല്ല, ഭാര്യയുടെ അച്ഛനും കൂടിയാണല്ലോ, ശ്വശുരനാണ്. ആ ശ്വശുരനായിട്ടുള്ള രാജാവ് പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് അങ്ങനെ തന്നെ ആവട്ടെ എന്ന്. തഥാ ഇതി നൃപം ആഹ. ഋഷിപുത്രൻ ആ വാക്കുകൾ കേട്ടിട്ട് പ്രതിശ്രുത്യ, ഉറപ്പായിട്ടും ഞാൻ പോയിട്ട് വരാം എന്നുള്ള രീതിയിൽ ശ്വശുരനോട്, ലോമപാദനോട് മറുപടി പറയുകയും ചെയ്തു. അച്ഛൻ എന്താണോ അല്ലെങ്കിൽ ശ്വശുരൻ എന്താണോ പറഞ്ഞത് അത് ഞാൻ കേൾക്കാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ മറുപടി കൊടുത്തു. അങ്ങനെ ഋഷ്യശൃംഖൻ ദശരഥനോട് കൂടിയിട്ട്, ശാന്തയും ഋഷ്യശൃംഖനും കൂടിയിട്ട് അയോധ്യയിലേക്ക് വരാൻ പുറപ്പെടുകയാണ്. അപ്പോൾ അടുത്ത ശ്ലോകമാണ് 22ാമത്തെ ശ്ലോകം നോക്കാം. സനൃപേണാഭ്യനുജ്ഞാതഃ പ്രയയൗ സഹഭാര്യയാ താവന്യോന്യാഞ്ജലിം കൃത്വാ സ്നേഹാത് സംശ്ലിഷ്യ ചോരസ. അപ്പോൾ ആ സമയത്ത് സമ്മതം കിട്ടിയല്ലോ, രാജാവ് പറഞ്ഞയച്ചു. അതുപോലെ ഋഷ്യശൃംഖൻ സമ്മതിക്കുകയും ചെയ്തു. ആ സമയത്ത് ദശരഥന് ഭയങ്കര സന്തോഷമായി. നൃപേണ അഭ്യനുജ്ഞാത സ ഭാര്യയാ സഹ പ്രയയൗ. നൃപേണ ലോമപാദനാൽ അനുവദിക്കപ്പെട്ടത് കൊണ്ട്, പൊക്കോളാൻ അനുവാദം കിട്ടിയത് കൊണ്ട് സന്തോഷത്തോടു കൂടി ആ ഋഷ്യശൃംഖനും പത്നിയോട് കൂടിയിട്ട് സഹഭാര്യയാ പ്രയയൗ, അയോധ്യയിലേക്ക് പോവാനായിട്ട് പുറപ്പെട്ടു. പോയി എന്നാണ് പറയണത്, പോയിട്ടില്ല, പോവാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ എടുത്തു. അപ്പോൾ ആ സമയത്ത് രാജാക്കന്മാരെന്താണ് ചെയ്തതെന്ന് പറയാണ്. തൗ അന്യോന്യ അഞ്ജലിം കൃത്വ. അവർ രണ്ടുപേരും പരസ്പരം കൈകൂപ്പിയിട്ട്, അന്യോന്യം അഞ്ജലിം കൃത്വ, അതായത് പരസ്പരം ബഹുമാനം കാണിക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും പരസ്പരം കൂപ്പുകൈയോടുകൂടി നിന്നിട്ട്, അതുമാത്രമല്ല സ്നേഹാത് സംശ്ലിഷ്യ ഉരസാച്ച, അവർ മാറോട് മാറ് ചേർന്നുകൊണ്ട് കെട്ടിപ്പുണരുകയും ചെയ്തു. രണ്ടുപേരും കൂപ്പുകൈയോടുകൂടി ആദ്യം നിന്നു, അതാണ് അഞ്ജലിം കൃത്വ, കൈകൂപ്പി നിന്നിട്ട് അതിനുശേഷം കെട്ടിപ്പുണർന്നുകൊണ്ട്, വളരെ സ്നേഹത്തോടു കൂടി കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉരസ എന്ന് വെച്ചാൽ മാറോട് മാറ് ചേർത്തുകൊണ്ട് കെട്ടിപ്പുണർന്നുകൊണ്ട് എന്താ പറഞ്ഞത്? അതാണ് 23ാമത്തെ ശ്ലോകത്തിൽ.
ആ കാര്യങ്ങളൊക്കെ പറയാണ്. നനന്ദദുർദശരഥോ രോമപാദശ്ച വീര്യവാൻ തതസുഹൃതമാപൃച്ഛ പ്രസ്ഥിതോ രഘുനന്ദന. അപ്പോൾ നനന്ദദുർദശരഥോ രോമപാദശ്ച, വീര്യവാനായിട്ടുള്ള ദശരഥൻ അല്ലെങ്കിൽ വീര്യവാനായിട്ടുള്ള ലോമപാദൻ രണ്ടുപേരും അവർ നനന്ദതു നനന്ദു എന്ന് പറഞ്ഞാൽ ആനന്ദിച്ചു. അവർ രണ്ടുപേരും വളരെയധികം സന്തോഷിച്ചു. അതായത് ദശരഥന് സന്തോഷം, താൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇത്ര വേഗം നടത്താൻ പറ്റിയില്ലോ, ഋഷ്യശൃംഖനെ ശാന്തയോട് കൂടിയിട്ട് തൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയില്ലോ, അതിന് ലോമപാദൻ സമ്മതിച്ചുല്ലോ എന്നുള്ള സന്തോഷം, താൻ കാരണം ഒരു നല്ല പരിപാടി നല്ല കാര്യം ചെയ്യാൻ പറ്റിയില്ലോ എന്നുള്ളതിൻ്റെ സന്തോഷം ലോമപാദനും. അങ്ങനെ പരസ്പരം സന്തുഷ്ടരായിട്ടുള്ള ആ രണ്ട് രാജാക്കന്മാരും കെട്ടിപ്പുണർന്ന് യാത്ര പറയാണ്. അതാണ് ഇവിടെ പറയണത്. തത സുഹൃതമാപൃച്ഛ്യ. സുഹൃതമാപൃച്ഛ്യ എന്ന് പറഞ്ഞാൽ സുഹൃത്തിനോട് വിട ചോദിച്ചിട്ട്, സൗഹൃദത്തിനോട് തൽക്കാലത്തേക്ക് യാത്ര പറഞ്ഞിട്ട്, അതായത് ലോമപാദനും ദശരഥനും തമ്മിൽ തൽക്കാലത്തേക്കൊരു വിട പറയുകയാണല്ലോ, അതാണ് സുഹൃതമാപൃച്ഛ്യ. സുഹൃത്തായിട്ടുള്ള ലോമപാദനോട് യാത്ര പറഞ്ഞിട്ട് ആപൃച്ഛസ്വ പ്രിയസഖമമും തുംഗമാലിംഗ്യ ശൈലം എന്ന് പറയുന്നുണ്ട് അവിടെ മേഘസന്ദേശത്തിൽ. ആ പർവ്വതത്തിനോട് യാത്ര പറഞ്ഞോളൂ, ചിത്രകൂട പർവ്വതത്തിനോട് യാത്ര പറഞ്ഞോളൂ. ആപൃച്ഛസ്വ എന്ന് പറഞ്ഞാൽ യാത്ര പറയുക എന്നാണ് അർത്ഥം. യാത്ര പറഞ്ഞോളൂ എന്ന് മേഘത്തിനോട് യക്ഷൻ പറയണത്. ഇവിടെ ആപൃച്ഛ്യ എന്ന് പറഞ്ഞാൽ യാത്ര പറഞ്ഞിട്ട്, സുഹൃത്തിനോട് യാത്ര പറഞ്ഞിട്ട് രഘുനന്ദന പ്രസ്ഥിത. രഘുനന്ദൻ എന്നുള്ളത് കൊണ്ട് ഇവിടെ ദശരഥനെയാണ് ഉദ്ദേശിച്ചത്. രഘുനന്ദനൻ ലോമപാദൻ്റെ രാജ്യത്തിൽ നിന്നും അംഗരാജ്യത്തിൽ നിന്നും പുറപ്പെട്ടു. കൂടെ ശാന്തയും ഋഷ്യശൃംഖനും ഉണ്ടായിരുന്നു. ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരോടൊക്കെ വേഗം ആദ്യം ചെല്ലാൻ പറയാണ്. അത് അടുത്ത ശ്ലോകത്തിൽ പറയാണ്. 24-ാമത്തെ ശ്ലോകം നോക്കാം. പൗരേഷു പ്രേഷയാമാസ ദൂതാൻ വൈ ശീഘ്രഗാമിന ക്രിയതാം നഗരം സർവം ക്ഷിപ്രമേവ സ്വലങ്കൃതം. വലിയൊരു അതിഥിയെയും കൊണ്ടാണല്ലോ അവിടേക്ക് എഴുന്നള്ളുന്നത്. വെറുതെ ഒരു ഋഷി കുമാരനെയും ഭാര്യയും കൊണ്ടല്ല വരണത്. പ്രത്യേകതകൾ പലതാണ്. ഋഷ്യശൃംഖൻ എന്ന് പറഞ്ഞാൽ വളരെ ശ്രേഷ്ഠനായിട്ടുള്ള പ്രഗത്ഭനായിട്ടുള്ളൊരു മുനിയാണ്. പത്നിയായിട്ട് വരുന്നത് ശാന്തയാണ്. ശാന്ത എന്ന് പറഞ്ഞാൽ അയോധ്യയുടെ മകള് തന്നെയാണ്. ലോമപാദന് ദത്തായിട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. പക്ഷേ ഇവിടുത്തെ അയോധ്യയുടെ മകള് തന്നെയാണല്ലോ. അപ്പോൾ മകളും ഭർത്താവുമാണ് വരണത്. മറ്റൊരു പ്രത്യേകത, ഋഷ്യശൃംഖൻ വലിയ മുനീശ്വരനാണ്. അതുപോരാതെ വലിയൊരു ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ് വരണത്. പുത്രകാമേഷ്ടി യാഗം ചെയ്യാൻ, അതായത് അശ്വമേധം യാഗം. ആ യാഗത്തിൻ്റെ ഒരു ഭാഗമായിട്ട് പുത്രന്മാർ ജനിക്കാൻ വേണ്ടിയിട്ടുള്ള അതിവിശിഷ്ടമായിട്ടുള്ളൊരു യാഗം കൂടി ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഋഷ്യശൃംഖനെ കൊണ്ടുവരണത്. അപ്പോൾ അത്രയ്ക്കധികം ബഹുമാനം കൊടുക്കണം. അത് മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ദൂതന്മാരെ പറഞ്ഞയക്കുകയാണ് ദശരഥൻ. അതാണ് പൗരേഷു ശീഘ്രഗാമിന ദൂതാൻ പ്രേഷയാമാസ വൈ. രാജാവാകട്ടെ വളരെ വേഗം സഞ്ചരിക്കുന്നവരായിട്ടുള്ള കുറച്ച് ദൂതന്മാരെ, അതായത് വളരെ പതുക്കെ ആ മട്ടിൽ പോണവരെയൊന്നും അങ്ങോട്ട് വിട്ടിട്ട് കാര്യമില്ല. ദൂതന്മാരെ വേണ്ട കാര്യങ്ങൾ വേണ്ടതുപോലെ നടത്തണവർ, ഒപ്പം തന്നെ വളരെ വേഗത്തിൽ പോണവരും വേണം. അതാണ് ശീഘ്രഗാമിന, വേഗത്തിൽ പോകുന്നവരും അതുപോലെ തന്നെ നല്ലവന്മാരും മിടുക്കന്മാരായിട്ടുമുള്ള ദൂതന്മാരെ പൗരേഷു പ്രേഷയാമാസ, പൗരന്മാരുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു. എന്തിനായിരുന്നു അത്? നഗരം സർവം ക്ഷിപ്രമേവ സ്വലങ്കൃതം ക്രിയതാം ഇതി കൃത്വ. അതായത് നഗരം ഇപ്പോൾ തന്നെ വളരെ വേഗം അണിയിച്ച് നഗരത്തിനെ ഒരുക്കാൻ വേണ്ടിയിട്ട് സർവാലങ്കാര വിഭൂഷിതയാക്കണം അയോധ്യയെ. വലിയൊരു അതിഥിയാണ് വരാൻ പോണത് എന്നുള്ളത് കൊണ്ട് അയോധ്യയെ അണിയിച്ചൊരുക്കാൻ, അലങ്കരിക്കാൻ വേണ്ടിയിട്ട് കുറേ മിടുക്കന്മാരായിട്ടുള്ള വേഗത്തിൽ പോണ കുറേ ദൂതന്മാരെയും ദശരഥൻ പറഞ്ഞയച്ചു. ക്ഷിപ്രമേവ, അതായത് അലങ്കരിക്കാൻ അധികം നേരമൊന്നുമില്ല. വലിയ താമസമില്ലാതെ രാജാവും ഇതുപോലെ ഋഷ്യശൃംഖനും ശാന്തയും മറ്റ് ആൾക്കാരും കൂടിയിട്ട് അങ്ങോട്ട് എത്തിച്ചേരായി. അതിനു മുമ്പ് വേഗം കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് വളരെ വേഗത്തിൽ കാര്യങ്ങൾ നടത്താൻ കഴിവുള്ള ദൂതന്മാരെ പറഞ്ഞയക്കുകയും ചെയ്തു എന്നർത്ഥം. നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. 25-ാമത്തെ ശ്ലോകം നോക്കൂ. എങ്ങനെയൊക്കെയാണ് രാജ്യം അലങ്കരിക്കേണ്ടത്? ധൂപിതം സിക്തസമൃഷ്ടം പതാകാഭിരലങ്കൃതം തതഃ പ്രഹൃഷ്ടാഃ പൗരാസ്തേ ശ്രുത്വാ രാജാനമാഗതം. രാജ്യം ഇങ്ങനെയൊക്കെ അലങ്കരിക്കണം എന്ന് പറയാണ്.
ധൂപിതം സിക്തസമൃഷ്ടം പതാകാഭി അലങ്കൃതം. നല്ലവണ്ണം പുകയ്ക്കണം. പുകയ്ക്കുക എന്ന് പറഞ്ഞാൽ അകിലൊക്കെ പുകച്ചിട്ട് അകിലും രാമച്ചവും ഒക്കെ കൂട്ടിയിട്ട് പുകച്ചാൽ രാജ്യത്തെ കൊട്ടാരത്തിൻ്റെ ഭാഗത്തൊക്കെ നല്ല സുഗന്ധം ഉണ്ടാവും. ഈ ചീത്ത പ്രാണികൾ അതുപോലെ ചീത്ത ദുർഗന്ധങ്ങൾ അതൊക്കെ മാറിപ്പോകുന്നതിന് വേണ്ടിയിട്ട് നല്ല വാസന സുഗന്ധ വസ്തുക്കൾ ഇട്ടിട്ട് നല്ലവണ്ണം പുകയ്ക്കണം. അങ്ങനെ അതൊക്കെ ഒരു മംഗള ലക്ഷണങ്ങളാണ്. മാത്രമല്ല അടിച്ചുവാരി വെള്ളം തളിക്കണം. അതാണ് സിക്തസമൃഷ്ടം. വെറുതെ അടിച്ചു വാരിയാൽ മാത്രം പോരാ, വെള്ളം തെളിച്ചിട്ട് ശുദ്ധമാക്കണം. അങ്ങനെ പതാകകളും കൊടിതോരണങ്ങളും ഒക്കെ ചാർത്തിക്കൊണ്ട് ഈ അയോധ്യയെ ഏറ്റവും അധികം ശുദ്ധവും സുന്ദരവും അലങ്കൃതവുമാക്കണം എന്നാണ് പറഞ്ഞയച്ചത്. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് അവിടുത്തെ ജനങ്ങൾക്ക് വളരെ സന്തോഷമായി. രാജാവ് പോയിട്ട് കുറച്ച് ദിവസമായി, 1.5 ആഴ്ചയായി, ഇതുവരെ വന്നില്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രാജാവ് തിരിച്ചു വരുന്നുണ്ട് എന്ന് അവർ കേട്ടത്. അതാണ് തതഃ പ്രഹൃഷ്ടാഹ പൗരാസ്തേ ശ്രുത്വാ രാജാനമാഗതം. ആഗതം രാജാനം ശ്രുത്വാ തേ പൗരാഹ പ്രഹൃഷ്ടാഹ. രാജാവ് തിരിച്ചു വരുന്നുണ്ട്. രാജാവ് മാത്രമല്ല, പത്നിമാരുണ്ട്, മന്ത്രിമാരുണ്ട്. പ്രത്യേകിച്ച് അയോധ്യയുടെ മകളും മരുമകനും ശാന്തയും ഋഷ്യശൃംഗനും വരുന്നുണ്ട് എന്നുള്ളതും കൂടി കേട്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന പൗരന്മാരൊക്കെ വളരെയധികം സന്തോഷിച്ചു. പ്രഹൃഷ്ടാഹ, അത് രാജാവ് തിരിച്ചു വരുന്നുണ്ട്, എല്ലാവരെയും കൂട്ടി വരുന്നുണ്ട് എന്ന് കേട്ടിട്ട് അവരെല്ലാവരും ആനന്ദിച്ചു എന്നർത്ഥം. നമുക്ക് 26-ാമത്തെ ശ്ലോകം കൂടി നോക്കാം. തഥാ ചക്രുശ്ച തത്സർവം രാജ്ഞാ യത് പ്രേഷിതം തദാ തതസ്വലങ്കൃതം രാജാ നഗരം പ്രവിവേശഃ. ഇവിടെ പറയാണ് തഥാ ചക്രുശ്ച തത്സർവം രാജ്ഞാ യത് പ്രേഷിതം. രാജ്ഞാ യത് പ്രേഷിതം, രാജാവ് എന്തൊരു കാര്യമാണോ പറഞ്ഞയച്ചത്, വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നവരായിട്ടുള്ള ദൂതന്മാർ വഴി നഗരം എങ്ങനെയൊക്കെ ഒരുക്കണം എന്നാണോ പറഞ്ഞയച്ചത്, തഥാ തത്സർവം ചക്രുശ്ച, അപ്രകാരം എല്ലാ കാര്യങ്ങളും അവിടുത്തെ വളരെ ശ്രദ്ധാലുക്കളായിട്ടുള്ള പ്രജകൾ ചെയ്തു തീർക്കുകയും ചെയ്തു. രാജാവ് വരുമ്പോഴേക്കും രാജ്യം വളരെ ഭംഗിയായിട്ട് അലങ്കരിക്കുകയും അതുപോലെ ധൂപം കൊണ്ട് അലങ്കരിക്കുകയും മാത്രമല്ല അവിടെയൊക്കെ കൊടിതോരണങ്ങൾ കെട്ടി അലങ്കരിക്കുകയും ഒക്കെ ചെയ്തു. അവിടെ അടിച്ചുവാരി നല്ല വൃത്തിയാക്കി ഇട്ടു. രാജാവും പരിവാരങ്ങളും അവിടെ വളരെ സന്തോഷത്തോടുകൂടി പ്രവേശിച്ചു. തതസ്വലങ്കൃതം രാജാനഗരം പ്രവിവേശഃ. അതാണ് ആ അലങ്കരിക്കപ്പെട്ട രാജ്യത്തിലേക്ക്, സ്വലങ്കൃതം സുഷ്ഠു അലങ്കൃതം, നന്നായി അലങ്കരിക്കപ്പെട്ടതായ നഗരത്തിലേക്ക് രാജാ തതഃ പ്രവിവേശഃ. രാജാവും മാത്രമല്ല പരിവാരങ്ങളും ശാന്തയും ഋഷ്യശൃംഗനുമൊക്കെ പ്രവേശിച്ചു എന്നർത്ഥം. അങ്ങനെ എല്ലാവരും കൂടി ആമോദത്തോടു കൂടി രാജാവിനെയും പരിവാരങ്ങളെയും എതിരേറ്റു എന്ന് പറഞ്ഞ് ഇവിടെ നിർത്തുകയാണ്. നമുക്ക് ഈ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. ഉവാചവചനം വിപ്രം ഗച്ഛത്വം സഹ ഭാര്യയാ ഋഷിപുത്രഃ പ്രതിശ്രുത്യ തഥേത്യാഹ നൃപം തദാ സനൃപേണാഭ്യനുജ്ഞാതഃ പ്രയയൗ സഹ ഭാര്യയാ താവന്യോന്യാഞ്ജലിം കൃത്വാ സ്നേഹാദ് സംശ്ലിഷ്യ ചോരസാ നനന്ദദുർദശരഥോ രോമപാദശ്ച വീര്യവാൻ തതഃ സുഹൃദമാപൃച്ഛ്യ പ്രസ്ഥിതോ രഘുനന്ദന പൗരേഷു പ്രേഷയാമാസ ദൂതാൻ വൈ ശീഘ്രഗാമിന ക്രിയതാം നഗരം സർവം ക്ഷിപ്രമേവ സ്വലംകൃതം ധൂപിതം സിക്തസമൃഷ്ടം പതാകാഭിരലങ്കൃതം തതഃ പ്രഹൃഷ്ടാഃ പൗരാസ്തേ ശ്രുത്വാ രാജാനമാഗതം തഥാ ചക്രുശ്ച തത്സർവം രാജ്ഞാ യത് പ്രേഷിതം തദാ തതസ്വലങ്കൃതം രാജാനഗരം പ്രവിവേശഃ. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.